ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കുറേ നേരമായി ശാലിനി വിഷ്ണുവിന്റെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ വിഷ്ണു ഫോൺ എടുക്കുന്നില്ലായിരുന്നു. ശാലിനിയുടെ ഫോണിൽ നിന്ന് വിളിച്ചിട്ട് എടുക്കാത്തത് കൊണ്ട് തന്നെ അനുപല്ലവിയുടെ ഫോണിൽ നിന്നും വിഷ്ണുവിനെ ഫോൺ വിളിപ്പിക്കുകയാണ് ശാലിനി. അങ്ങനെ വിഷ്ണു ഫോൺ എടുത്തു. അനു കാര്യം പറയുന്നുണ്ട്. ഞാൻ കളക്ടറുടെ ഓഫീസിൽ നിന്ന് അനുപല്ലവിയാണ് വിളിക്കുന്നത്. ഇത്രയും നേരമായിട്ട് മേഡം അങ്ങോട്ടേ ഫോൺ വിളിച്ചിട്ട് ഇതുവരെയും സാർ എടുത്തിട്ടില്ല. മേഡത്തിന് അത്യാവശ്യമായ ഒരു കാര്യം സാറിനോട് പറയാനുണ്ട് എന്നൊക്കെ ഇങ്ങനെ അനുപല്ലവി പറയുമ്പോൾ എനിക്കൊന്നും കേൾക്കണ്ട, എനിക്ക് തിരക്കാണ് എന്നൊക്കെ വിഷ്ണു വളരെ ദേഷ്യത്തോടെ തന്നെയാണ് അനുവിനോട് പറയുന്നത്. ഇപ്പോൾ അനുവിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ച് ശാലിനി സംസാരിക്കുന്നു. ഇപ്പോൾ വിളിച്ചത് വിളിച്ചു, ഇനി മേലാൽ എൻ്റെ ഫോണിലേക്ക് വിളിച്ചു പോവരുത് കേട്ടോ എന്ന് വിഷ്ണു ദേഷ്യത്തോടെ ശാലിനിയോട് പറയുന്നുണ്ട്. ഞാനാണെന്ന് ശാലിനി പറയുന്നു. വിഷ്ണു ഏട്ടാ, ഞാൻ വിളിച്ചത് നിങ്ങളുടെ കുടുംബത്തിലേക്ക് വലിയൊരു അപകടം വരുന്നുണ്ടെന്ന് പറയാനാണ്. ഫോൺ എടുക്കാത്തോണ്ടാ മറ്റൊരു നമ്പറിൽ നിന്ന് വിളിച്ചത്. ഇപ്പോൾ സംഭവിക്കുന്ന അപകടങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇനി എന്ത് വന്നാൽ എന്താ എന്ന് വിഷ്ണു പറയുന്നു. ഇത് ലാഘവത്തോടെ തള്ളിക്കളയേണ്ട ഒന്നല്ല. ഏത് നിമിഷവും എന്തും സംഭവിക്കാമെന്ന കാര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തോ ഒരു ചതി നടന്നിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറയാം. വിഷ്ണു ഏട്ടൻ എൻ്റെ ഓഫീസിലേക്ക് ഒന്ന് വരണം, ഇല്ലെങ്കിൽ ഒരു സ്ഥലം പറ, ഞാൻ അങ്ങോട്ടേക്ക് വരാം എന്ന് ശാലിനി. എന്നാൽ അത് കേൾക്കാൻ താല്പര്യമില്ലാതെ വിഷ്ണു ഫോൺ കട്ട് ചെയ്യുന്നു. എന്താ മേഡം, സാറ് വരുമോ എന്ന് അനു ചോദിക്കുന്നു. വരും, പറഞ്ഞതിന്റെ സീരിയസ്നെസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ വരാതിരിക്കാൻ കഴിയില്ലല്ലോ. വരും, വരട്ടെ, നമുക്ക് കാത്തിരിക്കാം എന്ന് ശാലിനി പറയുന്നുണ്ട്. വിഷ്ണു വരുമെന്ന് പ്രതീക്ഷിച്ച് ശാരദാമ്മയുടെ വീട്ടിൽ മുറ്റത്ത് ഇറങ്ങി നിൽക്കുകയാണ് ശാലിനി. അവിടേക്ക് വിഷ്ണുവിന്റെ ജീപ്പ് എത്തിയിരിക്കുന്നു. വിഷ്ണു വന്നപ്പോൾ തന്നെ ഒരു സന്തോഷത്തോടെ നിൽക്കുകയാണ് ശാലിനി. വിഷ്ണു വണ്ടിയിൽ നിന്നും ഇറങ്ങി ശാലിനിയുടെ അരികിലേക്ക് വന്നു. എന്താ അത്യാവശ്യമായി കാര്യം പറയണമെന്ന് പറഞ്ഞത്, കാണണമെന്ന് പറഞ്ഞത് എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ ശാലിനി പറയുന്നു, ഇത്ര ഗൗരവത്തിലാണ് സംസാരിക്കുന്നത് എങ്കിൽ എനിക്ക് കാര്യം പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഇത് കേട്ട് വിഷ്ണു ദേഷ്യത്തോട് പറയുന്നുണ്ട്, ഇത്രയും നാൾ ഞാൻ ഇങ്ങനെ അല്ലായിരുന്നല്ലോ, എല്ലാവരും കൂടി എന്നെ ഇങ്ങനെ ആക്കിയതല്ലേ. ഇനിയിപ്പോൾ അല്പം താമസം പിടിക്കും പഴയതുപോലെ ആവാൻ. ആ താമസത്തിന്റെ കാര്യം പറയാനാണ് ഞാൻ വിളിച്ചത്. വിഷ്ണു ഏട്ടാ, രോഹിത് എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നുണ്ടോ? ഈ ഉപേന്ദ്രൻ അതാരാ എന്ന് ശാലിനി ചോദിക്കുമ്പോൾ വിഷ്ണു പറയുന്നു, ഇതൊക്കെ ചോദിക്കാൻ നീ ആരാ? ഇതൊക്കെ എൻ്റെ കുടുംബക്കാര്യമാണ്. എൻ്റെ കുടുംബക്കാര് പല ബിസിനസ്സും ചെയ്യും. അത് പലരോടും പറയേണ്ട കാര്യം എനിക്കില്ല. ഇനി നിനക്ക് മറ്റെന്തെങ്കിലും പറയാനുണ്ടോ എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ ശാലിനി പറയുന്നു, ഇത് തന്നെ പറഞ്ഞു തീർന്നിട്ടില്ല. പിന്നെന്താ, പിന്നെ എങ്ങനെയാ ഞാൻ മറ്റൊരു കാര്യം പറയുന്നത്? ഈ രോഹിത്തും ഉപേന്ദ്രനും ചേർന്ന് നടത്തിയ ബിസിനസ്സിൽ ഈടായി നൽകിയിരിക്കുന്നത് നമ്മുടെ വീടാണോ എന്ന് ശാലിനി ചോദിക്കുന്നു. എൻ്റെ നമ്മുടെ വീടോ? ഏത് നമ്മുടെ വീട്? നമ്മുടെ വീടല്ല, എൻ്റെ വീട്, മനസ്സിലായോ? എൻ്റെ അച്ഛനും അമ്മയും താമസിക്കുന്ന വീട്. ഇത് ചോദിക്കാനാണോ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? ഞങ്ങളുടെ വീട് ഞങ്ങളുടെ ഇഷ്ടമുള്ളതുപോലെ ചെയ്യും. അതിന് നീ ആരാ ചോദിക്കാൻ? നിന്റെ അനിയത്തി അവിടെ താമസിക്കുന്ന അധികാരത്തിലായിരിക്കും നീ ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നതല്ലേ? എങ്കിൽ കേട്ടോ, ഞങ്ങളുടെ വീട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യും. നിനക്കെന്താ, ചിലപ്പോൾ ഞങ്ങളെല്ലാം കൂടി പൊളിച്ചിട്ടിട്ട് അവിടെ ഒരു കുളം കുത്തും. അതൊക്കെ ഞങ്ങളുടെ ഇഷ്ടമാണ്. എന്താ, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നൊക്കെ വളരെ ദേഷ്യത്തോടെ വിഷ്ണു ഒരു കാര്യം പറഞ്ഞു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ പോവോ എന്ന് പറഞ്ഞ് വിഷ്ണു പോകാൻ തുടങ്ങിയപ്പോൾ വിഷ്ണു ഏട്ടാ എന്ന് പറഞ്ഞ് ശാലിനി വിഷ്ണുവിന്റെ കയ്യിലേക്ക് പിടിച്ചു. എങ്ങോട്ടായെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നു എന്ന് വിഷ്ണു. ആ വീട് വരെ അങ്ങ് പോവാൻ പോവുകയാണെന്ന് ശാലിനി. അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് വിഷ്ണു. എന്താ പറഞ്ഞത് എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ ശാലിനി പറയുന്നു, ആ വീട് കൈവിട്ട് പോവാൻ പോവുകയാണെന്ന്. താമസത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? അത് സത്യമാണ്. നിങ്ങൾക്ക് താമസിക്കാൻ വേറെ വീട് നോക്കേണ്ടി വരും എന്ന് ശാലിനി പറയുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട്, മനസ്സിലായില്ല. കാട്ടിൽ കയറി മരം വെട്ടാനുള്ള ലൈസൻസ് ചോദിക്കുക, എന്നിട്ട് അനുമതി തരാത്തത് കൊണ്ട് തന്നെ പരസ്യമായി മരം വെട്ടുക. കുടുംബക്കാരൻ നടത്തിയ ബിസിനസ് ഇപ്പോൾ സർക്കാരിന് വലിയ തലവേദനയായിരിക്കാണ്. പരിസ്ഥിതി പ്രവർത്തകര് കേസും ഫയൽ ചെയ്തിട്ടുണ്ട്. കോടതിയിലെത്തിയാൽ നഷ്ടപരിഹാരം സർക്കാരിന് കൊടുക്കേണ്ടി വരും. അതായത് സത്യാമ്മയുടെ പ്രോപ്പർട്ടി വെച്ചാണ് എടുത്തിരിക്കുന്നത് എങ്കിൽ കോടതിയിൽ കേസ് പോയാൽ കുടുംബത്തോടെ ഇറങ്ങേണ്ടി വരും. കരാർ ഒപ്പിട്ടിരിക്കുന്നത് രോഹിത്തും ഈടായി നൽകിയിരിക്കുന്നത് നിങ്ങളുടെ സ്വത്തുമാകുമ്പോൾ മുഴുവൻ ഉത്തരവാദിത്വം നിങ്ങളിൽ മാത്രമാവും. രോഹിത് ആയോണ്ട് പ്രശ്നമില്ല, അത് അവൻ തീർത്തോളുമെന്ന് വിഷ്ണു പറയുമ്പോൾ ശാലിനി പറയുന്നു, അവനായി തീർത്തോളുമെന്ന് പറയുന്നത് നിങ്ങളുടെ സ്വത്തുക്കൾ മുഴുവനും സർക്കാരിലേക്ക് കണ്ടുകിട്ടും എന്നാണ് ഉദ്ദേശിക്കുന്നത്. കുടുംബക്കാർ വഴി ഇങ്ങനൊരു ചതി ഉണ്ടാകുമെന്ന് ഓർത്തില്ലല്ലേ എന്ന് ശാലിനി പറയുമ്പോൾ വിഷ്ണു പറയുന്നു, അവൻ ചതിയനായിരിക്കും, പക്ഷേ അവൻ ചതിച്ചതിനേക്കാൾ എന്നെ വേദനിപ്പിച്ചത് നീ എൻ്റെ മുന്നിൽ ആടിയ നാടകങ്ങളാണ്. അത് വന്ന് തറച്ചതേ എൻ്റെ ഈ ചങ്കിലാണ്. ഇനി എൻ്റെ ജീവിതത്തിൽ നിനക്ക് സ്ഥാനമില്ല. ശാലിനി പറയുന്നു, എന്നെ വിഷ്ണുവേട്ടൻ മനസ്സിലാക്കുന്നില്ല എന്ന ഒറ്റ സങ്കടം മാത്രമേ ഉള്ളൂ എനിക്ക്. മനസ്സിലാക്കിയെങ്കിൽ ഇങ്ങനെയൊന്നും പറയില്ലായിരുന്നു എന്ന് ശാലിനി പറയുമ്പോൾ വിഷ്ണു പറയുന്നു, എടി എടി എടി, വീണ്ടും നീ എൻ്റെ മുന്നിൽ നാടകം കളിക്കുവാണോ? നിന്റെ അമ്മ, നിന്റെ അനിയത്തി, എല്ലാവരും എൻ്റെ അമ്മയുടെ മുന്നിൽ പറഞ്ഞത് മുഴുവനും കള്ളത്തരമാണ്. എന്തിനാടി ആ കുട്ടികളുടെ മുന്നിൽ വരെ നീ കളിച്ച ആ തരം താന്ന വൃത്തികെട്ട കളി? എന്തിനാടി നീ കുടുംബത്തോടെ മറ്റുള്ളവരെ കബളിപ്പിച്ച് ജീവിക്കുന്നത്? എന്ത് പുണ്യം കിട്ടാനാ ഇത്രയും നുണകൾ ഇങ്ങനെ എഴുന്നള്ളിപ്പിക്കുന്നത് എന്നൊക്കെ ദേഷ്യത്തോടെ വിഷ്ണു പറയുമ്പോൾ വിഷ്ണു ഏട്ടാ എന്നിങ്ങനെ ശാലിനി
വിഷ്ണുവേട്ടൻ എന്തൊക്കെയാ ഈ പറയുന്നത് എന്ന് സങ്കടത്തോടെ ശാലിനി ചോദിക്കുമ്പോൾ ശാലിനിയുടെ നേർക്ക് വിരൽ ചൂണ്ടി വളരെ ദേഷ്യത്തോടെ വിഷ്ണു പറയുന്നുണ്ട്, നീ എന്നെ അങ്ങനെ വിളിക്കരുത്. ഞാൻ നിന്നെ വെറുക്കുന്നത് പോലെ ലോകത്ത് ആരും തന്നെ നിന്നെ വെറുക്കുന്നില്ല. കാരണം നീ ശരിയല്ല. നിന്റെ ഉള്ളിൽ മുഴുവനും ദുഷ്ടചിന്തകളാണ്. മനസ്സും ശരീരവും മറ്റുള്ളവരുടെ മുന്നിൽ അടിയറ വെച്ചിട്ട് വീണ്ടും എന്ത് പേരിട്ടാടി എന്നെ വിളിക്കുന്നത്? ഇങ്ങനെ ജീവിക്കുന്നതിന് പകരം നിനക്ക് എവിടെയെങ്കിലുമൊക്കെ പോയി ചത്തോടേടി. മറ്റുള്ളവർക്കെങ്കിലും സ്വസ്ഥതയും സമാധാനവും കിട്ടുമല്ലോ. നിന്റെ കുടുംബം തന്നെ നോക്ക്. നിന്റെ അമ്മയോടൊപ്പം നിന്റെ അച്ഛൻ ജീവിക്കാറുണ്ടോ? ഇല്ല, ജീവിക്കില്ല. ജീവിക്കാൻ നിങ്ങളുടെ പാരമ്പര്യം സമ്മതിക്കില്ല. നീ ഡൽഹിയിലായിരുന്നപ്പോൾ സത്യയുടെ അച്ഛൻ എന്ന് പറയുന്നവൻ നിന്റെ കൂടെ കൂടിയതല്ലേ? അവരുടെ മുന്നിൽ എന്തൊക്കെ കള്ളത്തരമാടി നീ ചെയ്ത് കൂട്ടിയത്? എടി, ഇങ്ങനെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടായി ജീവിക്കുന്നതിലും ഭേദം വല്ല കുളത്തിലോ ആറ്റിലോ പോയി ചാടിച്ചാകുന്നതാ. അല്ലെങ്കിൽ കുറച്ച് വിഷം കഴിക്കേ. ഇങ്ങനെയൊക്കെ ജീവിക്കുന്നതിലും ഭേദം അതാടി നല്ലത് എന്നൊക്കെ വിഷ്ണു പറയുമ്പോൾ ആകെ തകർന്നു നിൽക്കുകയാണ് ശാലിനി. നീ ഒന്ന് ചത്താലും ഒരിറ്റ് കണ്ണുനീര് ഞാൻ പൊടിക്കില്ലടി. അത്രത്തോളം ഞാൻ നിന്നെ വെറുക്കുകയാണ്, അത്രത്തോളം വെറുക്കുകയാണ് എന്ന് വീണ്ടും വീണ്ടും വിഷ്ണു ആവർത്തിച്ച് പറഞ്ഞു. ഇത് കേട്ട് ശാലിനി ആകെ അങ്ങ് ഇല്ലാണ്ടായി പോവുകയാണ്. വിഷമത്തോടെയും തകർന്നു പോവുകയാണ്. ദയവ് ചെയ്ത് നീ എൻ്റെ ഫോണിലേക്ക് വിളിക്കരുത്. ഈ ശബ്ദം എൻ്റെ ഫോണിൽ വരുന്നത് പോലും എനിക്ക് അലർജിയാണ് എന്ന് പറഞ്ഞ് വിഷ്ണു പോകുന്നു. വിഷ്ണു ഇത്രയും പറഞ്ഞതുപോലും വലിയ സങ്കടപ്പെട്ട് തന്നെയാണ്. അത്രത്തോളം വിഷ്ണുവിൻ്റെ ഉള്ളിൽ ദേഷ്യമുണ്ടായിട്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. വിഷ്ണു പോയതിനു ശേഷം ശാലിനി ആകെ തകർന്ന നിലയിൽ കരഞ്ഞുകൊണ്ട് ആ മുറ്റത്തിരിക്കുന്നു. ശേഷം കാണിക്കുന്നത് രോഹിത് മുറിയിൽ നിന്ന് വീണ്ടും സുസ്മിത പറഞ്ഞ കാര്യമാണ് ആലോചിക്കുന്നത്. പപ്പിയെ പ്രസവിച്ചത് ശാലിനിയാണ്. നിന്റെ ഭാര്യയ്ക്ക് കുട്ടികൾ ഉണ്ടാകില്ല എന്നൊക്കെ ആ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയം ശ്യാമ അവിടേക്ക് വന്നു. സമയം ഒരുപാടായല്ലോ, രോഹിത് ഇന്ന് ഹോട്ടലിൽ പോകുന്നില്ലേ എന്ന് ശ്യാമ പറയുമ്പോൾ രോഹിത് പറയുന്നു, ഇന്നല്പം വൈകിയേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് ശ്യാമ മുറിയിലേക്ക് വന്നപ്പോൾ രോഹിത് പുറത്തേക്ക് പോകുന്നു. ശ്യാമ അടിച്ചു വരാനായിട്ടായിരുന്നു വന്നത്. അങ്ങനെ ആ ബെഡ്ഷീറ്റൊക്കെ എടുത്ത് വിരിക്കുന്നു. പില്ലോയ്ക്ക് എടുത്ത് നേരെ വെക്കുന്ന സമയത്ത് പില്ലോയുടെ അടിഭാഗത്തുനിന്ന് ഒരു ലെറ്റർ കിട്ടുന്നു. അത് ശ്യാമ എഴുതിയ കത്ത് തന്നെയാണ്. ടെൻഷനോടെ അത് തിരിച്ചും മറിച്ചും നോക്കുകയാണ് ശ്യാമ. എന്നിട്ട് ആ വെച്ച സ്ഥലത്തെ പറ്റിയും വെച്ച സമയത്തെ പറ്റിയും ഓർക്കുന്നു. ഈശ്വര, ഇതാരാ ഇവിടെ കൊണ്ടുവച്ചത്? ഇതാരെങ്കിലും കണ്ടിട്ടുണ്ടാവോ, വായിച്ചിട്ടുണ്ടാവോ? ഏത് ശപിക്കപ്പെട്ട നേരത്താണ് ദൈവമേ എനിക്കിത് എഴുതാൻ തോന്നിയത്? ആരും ഇത് കണ്ടിട്ടുണ്ട്, അല്ലാതെ ഇത് ഇവിടെ എടുത്ത് വയ്ക്കാൻ വഴിയില്ല. ആർക്കായിരിക്കും ഈ കത്ത് കിട്ടിയിരിക്കുന്നത്? രോഹിത്തിനായിരിക്കോ? അങ്ങനെയാണെങ്കിൽ എൻ്റെ ജീവിതം തീർന്നു എന്നൊക്കെ ശ്യാമ വിചാരിച്ച് വളരെ ടെൻഷനോടെ നിൽക്കുന്ന സമയത്താണ് രോഹിത് അവിടേക്ക് വന്നത്. പെട്ടെന്ന് ശ്യാമ ആ കത്ത് പിന്നിൽ ഒളിപ്പിക്കുന്നു. എന്താ ശ്യാമയെ, സുഖമില്ലേ എന്ന് രോഹിത്. മുഖത്തെന്താ ഒരു പരിഭ്രമം പോലെ എന്നൊക്കെ പറയുന്നുണ്ട്. ശ്യാമ കയ്യിൽ ലെറ്റർ ഇങ്ങനെ ചുരുട്ടി പിടിക്കുന്നു. ഇല്ല രോഹിത്, എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ശ്യാമ പോകാൻ തുടങ്ങിയപ്പോൾ പിന്നെ എനിക്കാണോ കുഴപ്പം എന്ന് പറഞ്ഞ് രോഹിത് ശ്യാമയെ അവിടെ പിടിച്ചു നിർത്തി. എൻ്റെ കണ്ണുകൾക്കാണോ കുഴപ്പം? രോഹിത് എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ശ്യാമ ചോദിക്കുമ്പോൾ രോഹിത് പറയുന്നു, നീ എന്താ വിയർക്കുന്നത്? അത് വല്ലാത്ത ചൂട്, റൂം വൃത്തിയാക്കുമായിരുന്നു എന്ന് ശ്യാമ. തൂത്ത് തുടച്ച് വൃത്തിയാക്കേണ്ടത് റൂമല്ല, ഓരോരുത്തരുടെയും മനസ്സാണ്. ഉള്ളിൽ അടിഞ്ഞു കൂടിക്കിടക്കുന്ന ദുഷിച്ച ചിന്തകളെല്ലാം എത്ര പുറത്തേക്ക് വരാൻ ശ്രമിച്ചാലും അത് മുഖത്ത് പ്രതിഫലിക്കും. ഞാനിപ്പോൾ നിന്റെ മുഖത്ത് കാണുന്നതും ആ ഒരു ഭാവമാണ്. നീ എന്തെങ്കിലും എന്നിൽ നിന്നും ഒളിപ്പിക്കുന്നുണ്ടോ? ടെൻഷനോടെ ശ്യാമ. ഇല്ല രോഹിതിന് തോന്നുന്നതാ, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് ശ്യാമ പോകാൻ തുടങ്ങിയപ്പോൾ ശരിയായിരിക്കാം, എല്ലാം എൻ്റെ തോന്നല, അങ്ങനെ ആകണേ എന്ന പ്രാർത്ഥനയിലാണ് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നത്. ഉള്ളിലെ കള്ളം ഉള്ളതുകൊണ്ടാണ് നിനക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത്. തെറ്റ് അത് നീ ചെയ്തിട്ടുണ്ടെന്ന് നീ തന്നെ മനസ്സിൽ വെച്ച് ആലോചിച്ച് നോക്ക്. എന്നിട്ട് ആ തെറ്റിന്റെ ആഴമൊന്ന് അളക്ക്. അപ്പോൾ മനസ്സിലാകും ലോകത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ട സ്ത്രീക്ക് നിന്റെ മുഖവുമായി സാമ്യമുണ്ടോ എന്ന്. നീ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് എന്നൊക്കെ രോഹിത് പറയുമ്പോൾ ശ്യാമ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി പറയുന്നുണ്ട്. രോഹിത് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല, എനിക്ക് കുറച്ച് ജോലി തീർക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ശ്യാമ പോകാൻ തുടങ്ങിയപ്പോൾ എടി എന്ന് പറഞ്ഞ് ശ്യാമയെ അവിടെ പിടിച്ചു നിർത്തുകയാണ് രോഹിത്. ഇനി എന്തൊതുക്കാൻ? ഇത്രയും കാലം ഒരേ മനസ്സും ഒരേ ചിന്തയുമായി ഒപ്പം നിന്ന എന്നെയാണ് നീ ആദ്യം ഒതുക്കി ഒരിടത്തിരുത്തിയത്. പിന്നെ എൻ്റെ ഒപ്പം നിന്ന എൻ്റെ സ്വന്തവും ബന്ധവും എന്ന് പറയുന്ന എല്ലാവരെയും നീ ഒതുക്കി. നീ അടി പെണ്ണ്. രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ പെണ്ണിനെ പോലെ മറ്റാർക്കും കഴിവില്ല എന്ന് നീ ഒരുത്തി കൂടി തെളിച്ചു. ഇത്രയൊക്കെ ചതി എന്നോട് കാണിക്കാൻ ഞാൻ എന്ത് തെറ്റാടി നിന്നോടൊക്കെ ചെയ്തത്? നിന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ്? പറ, എന്തിനായിരുന്നു എന്നോട് ഇത്രയും വലിയ ചതി ചെയ്തത് എന്നൊക്കെ രോഹിത് ചോദിക്കുമ്പോൾ ശ്യാമയ്ക്ക് എന്ത് പറയണം എന്നറിയാതെ നിൽക്കുന്നു. രോഹിത്തിനെ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. അത് വെച്ചുകൊണ്ട് രോഹിത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നൊക്കെ ശ്യാമ പറയുന്നു. ശ്യാമ പോകാൻ തുടങ്ങിയപ്പോൾ എവിടേക്കാടി തിരക്കിട്ട് പോകുന്നത് എന്ന് പറഞ്ഞ് ശ്യാമയെ ബെഡിലേക്ക് പിടിച്ച് തള്ളിയിരിക്കുകയാണ് രോഹിത്. ആ സമയം വിഷ്ണു അവിടേക്ക് വരുന്നു ജീപ്പിൽ. എന്നിട്ട് ദേഷ്യത്തോടെ വിഷ്ണു അകത്തേക്ക് വരുന്നുണ്ട്. ഞാൻ എന്താ നിന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് നിന്റെ കൈയുടെ പിന്നിൽ ചുരുട്ടി പിടിച്ചിരിക്കുന്ന ആ കത്ത് വായിച്ചപ്പോൾ മനസ്സിലായി എന്ന് പറഞ്ഞ് ആ കത്ത് ശ്യാമയുടെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങി. എന്താണ് ഇതെന്ന് ചോദിക്കുന്നു. ഇതിൽ നീ എഴുതിയിരിക്കുന്നത് സത്യമാണോ എന്ന് രോഹിത് ചോദിക്കുന്നു. ഇതിൽ നീ പറഞ്ഞത് സത്യമായിരുന്നെങ്കിൽ എന്തിനായിരുന്നു ശ്യാമയെ നീ എന്നെ ഇങ്ങനെ വിഡ്ഢിവേഷം കെട്ട് ആട്ടിച്ചത്?
ഒരല്പം വിഷം വാങ്ങി ചോറിലോ ചായയിലോ ചേർത്ത് തന്ന് എന്നെ അങ്ങ് അവസാനിപ്പിച്ചിരുന്നെങ്കിൽ ഇതിനേക്കാൾ അന്തസ്സുണ്ടായിരുന്നല്ലോ. ഈ ആണും പെണ്ണും കെട്ടവനെ പോലെ നീ എന്നെ ജീവിപ്പിച്ചില്ലേ? ലോകത്തിലെ ഏതെങ്കിലും ഒരാണ് ഇത് സഹിക്കോടി എന്നെ കരഞ്ഞുകൊണ്ടാണ് ശ്യാമയോട് രോഹിത് ചോദിക്കുന്നത്. ഇത് കേട്ട് ശ്യാമയും പൊട്ടിക്കരയുന്നു. ചതിയും വഞ്ചനയും മാത്രമല്ലല്ലോ നീ എൻ്റെ അടുത്ത് കാണിച്ചത്. എൻ്റെ ജീവന്റെ ജീവനായി ഞാൻ സ്വന്തം എന്നെ താലോചിച്ച് കൊണ്ടുവന്നതെല്ലാം ഒരു ഒറ്റ നിമിഷം കൊണ്ട് നീ എൻ്റേതല്ലാതാക്കിയില്ലേ? എങ്ങനെയാടി ഞാൻ ഇതൊക്കെ ക്ഷമിക്കുന്നത്? എങ്ങനെയാടി കിടന്നാൽ എനിക്ക് ഉറക്കം വരുന്നത്? ആത്മഹത്യ ചെയ്യാത്തത് എന്താണെന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാണ് ഇപ്പോൾ ഈ കടന്നു പോകുന്നത്. ചതിയും വഞ്ചനയും മാത്രമല്ല, നിന്റെ വിശ്വാസങ്ങളെ കൂടിയാണ് നീ ഒരു തണ്ട് പോയ പേപ്പറിനകത്ത് എറിഞ്ഞത്. അത് ഞാൻ എൻ്റെ അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ എഴുതിപ്പോയതാണെന്ന് ശ്യാമ പറയുന്നു. ഇതിൽ സത്യമല്ല എന്നായിരിക്കും അല്ലേ? നീ എൻ്റെ പുഴുത്ത നാവ് കൊണ്ട് നീ ഇതിനെ ഒന്നും ഇനി ന്യായീകരിക്കരുത് ശ്യാമേ. എല്ലാം അറിഞ്ഞിട്ടും മനസ്സിലാക്കിയിട്ടും മരിക്കാതെ പിടിച്ചു നിൽക്കുന്ന ഒരാളാണ് നിന്റെ മുന്നിൽ നിൽക്കുന്നത്. ഇനിയും നീ എൻ്റെ മുന്നിൽ നിന്ന് നാടകമാടരുത്. ആടിയാൽ എൻ്റെ കൺമുന്നിൽ നിന്ന് നീ ജീവനോട് പോവില്ല എന്ന് രോഹിത് പറയുമ്പോൾ ആകെ തകർന്ന് അവിടെ ഇരുന്ന് പൊട്ടിക്കരയുകയാണ് ശ്യാമ. എന്താടി ഇതൊക്കെ? ഗർഭിണിയാണെന്ന് പറഞ്ഞ് ഒരു കുടുംബത്തിലുള്ള മുഴുവൻ ആൾക്കാരെയും പറ്റിക്കുക. ഇത് പറയുന്ന സമയത്ത് വിഷ്ണു അവിടേക്ക് വരികയും ഇത് കേൾക്കുകയും ചെയ്യുന്നു. എന്നിട്ട് ചേച്ചി പ്രസവിച്ച കൊച്ചിനെ രഹസ്യമായി വാങ്ങിച്ച് ഭർത്താവ് പോലും അറിയാതെ താൻ പ്രസവിച്ച കുഞ്ഞായി വളർത്തുക. ഇതിനൊക്കെ ചതി എന്നല്ലാതെ മറ്റെന്ത് വാക്കാടി പറയുന്നത്? ഇത് കേട്ട് വിഷ്ണുവുമാകെ ഞെട്ടലോടെ നിൽക്കുകയാണ്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.